എനിക്കുണ്ടല്ലോ ആരെങ്കിലും നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു 4 പ്ലാന്റ്സ് ഉള്ള ഒരാളാണെങ്കിലും ആ ഒരു 4 പ്ലാന്റ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നമ്മളെന്നല്ല ചില ആൾക്കാർ വിചാരിക്കും എന്ത് പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്ത് വലിയ ടാസ്ക്, ജസ്റ്റ് ഒരു പ്ലാന്റ് വാങ്ങുക, അതിനെ വെക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു പ്ലാന്റ്സിന് നമ്മൾ എത്ര കെയർ കൊടുക്കുന്നോ, നമ്മൾ അതിനോട് എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ആ പ്ലാന്റ്സ് വളരുന്നുണ്ടാവുക. ഇത് എൻ്റെ ഒരു ഐഡിയോളജിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളിയേജ് തന്നെയാണ് കേട്ടോ. എനിക്കത് കാണുമ്പം ശരിക്കും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ ഗാർഡൻ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതിൽ റീപോട്ടിങ് വരും, പോട്ടിങ്, റീപോട്ടിങ്, ഫെർട്ടിലൈസിങ്, പിന്നെ എന്താണ് പ്രോണിങ്, കട്ടിങ്, പ്രോണിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈവൻ അതിനകത്ത് വരുന്ന കളകൾ പറിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ബിക്കോസ് ഇൻഡോർ ഗാർഡൻ ആണെങ്കിൽ നമുക്ക് പോട്ട്സൊക്കെ വെളിയിലെടുത്ത് വെച്ചിട്ട് പതുക്കെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാം, അതിരിക്കുന്ന പ്ലേസസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. കുറേ കാര്യമുണ്ട്. എൻ്റെ അടുത്ത് പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഒരേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇല്ലേ, അതിനെല്ലാം ഒന്നിച്ച് ഇൻഡോറിൽ എന്താ സെറ്റ് ചെയ്യാത്തതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അതിന് എനിക്കൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡോറിൽ മാത്രമല്ല ഔട്ട്ഡോറിലാണെങ്കിലും ഞാൻ പോട്ട്സ് ഇങ്ങനെ തിക്കി അടുക്കി വെക്കാറില്ല. ശരിക്കും അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. പക്ഷേ ഞാനത് ചെയ്യാതിരിക്കാൻ എനിക്കൊരു വാലിഡ് റീസൺ ഉണ്ട്. കാര്യം എനിക്ക് ഈ ഇഴജന്തുക്കളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വന്ന് കിടന്നാലുണ്ടല്ലോ പിന്നെ എന്നെ ഈ ഏരിയയിൽ കാണാനുണ്ടാവില്ല. ഞാൻ ഓടി ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അത്ര പേടിയായതുകൊണ്ട്, അപ്പം ഇത് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും അവിടെ ഉണ്ടാവുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടാവും, ഇങ്ങനെ തിക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു വെക്കുന്നത്. അപ്പം അതിന് 1-2 എക്സ്പീരിയൻസസിന് ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പിട്ടേ വെക്കാറുള്ളൂ കേട്ടോ. അപ്പം ഞാനും സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പോട്ട്സ് എല്ലാം, അതും ഇലച്ചെടികളായിട്ടുള്ള ചെടികളുള്ള സമയത്ത് പോട്ട്സ് എല്ലാം ഒത്തിരി തിക്കി വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാര്യം എന്തെങ്കിലുമൊക്കെ ആ സൈഡിലൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യണ റീപോട്ടിങ്ങിന് യൂസ് ചെയ്യണ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഗാർഡൻ സോയിൽ, കുറച്ച് കോക്കോപീറ്റ്, പിന്നെ സൂപ്പർ മീലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റ്സിന് ഒരു റാപ്പിഡ് ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഫിഷ് ബൗളിൽ ഞാൻ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഫിലഡൻഡ്രൻ ബർലി മാക്സ് ആണ്. എനിക്ക് ഫിലഡൻഡ്രനിൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഫിലഡൻഡ്രൻ ബർലി മാക്സ് ആണ് കേട്ടോ. വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബർലി മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.